ഇന്നത്തെ റെസിപ്പി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത വെറും 3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുഴുവനായിട്ട് കടലമാവ് തന്നെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മുഴുവനായിട്ട് മൈദ വെച്ചിട്ടും ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ മുട്ട കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചെറിയൊരു കട്ടിയായിട്ടുള്ള ബാറ്ററാക്കി എടുക്കണം. ഒരുപാട് ലൂസായിട്ട് പോവുകയും ചെയ്യരുത്, എന്നാൽ ഓവറായിട്ട് കട്ടിയായിട്ട് പോവുകയും ചെയ്യരുത്. നമ്മൾ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന അതിൽ കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് സ്പൂൺ ഇങ്ങനെ മുക്കി നോക്കുന്ന സമയത്ത് അതിൽ ജസ്റ്റ് ഒന്ന് പറ്റിപ്പിടിക്കുന്ന രീതിയിൽ ഉണ്ടായിരിക്കണം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത്, ഞാനിപ്പോൾ കുറച്ച് പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട്, കുറച്ച് ചീരയില എടുത്തിട്ടുണ്ട്. ഇലകളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള, നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഏത് ഇല വെച്ചിട്ടും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. കോവക്കയുടെ ഇല അല്ലെങ്കിൽ മുളകിൻ്റെ ഇല, പയറിൻ്റെ ഇല ഒക്കെ വെച്ചിട്ടൊക്കെ ഇതേ രീതിയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഷേപ്പുള്ളത് നോക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ചീരയില വെച്ചിട്ടാണ് ഒന്നും കൂടി ടേസ്റ്റ്. പനിക്കൂർക്ക ആ ഒരു പനിക്കൂർക്കയുടെ ചെറിയൊരു ഫ്ലേവർ വരുന്നുണ്ട്, എന്നാലും ഓവറായിട്ടൊന്നുമില്ല, കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ മുക്കിയിട്ട് ഓരോന്നായിട്ട് ഇതിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ പൊങ്ങി വരും. ആ ഒരു സമയത്ത് എണ്ണ മുകളിലേക്കൊന്ന് ഇതുപോലെ തൂവി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 ഭാഗവും കളർ മാറി കിട്ടിയാൽ, നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സോഡാപ്പൊടി കൂടെ ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും. ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് സോഡാപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ചൊരു പിഞ്ച് സോഡാപ്പൊടി ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും, ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു ബജിയുടെ ഫ്ലേവർ തന്നെയാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കുക. ഇലയുടെ ഫ്ലേവറൊന്നും ഇതിലേക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ ഇഷ്ടമുള്ള ഇല വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.